വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന റെസിപ്പി ഉണ്ടായിരുന്നില്ല, ഓറഞ്ച് പസ്റ്റഡ്. അത് തന്നെ ഇപ്പോൾ പിന്നെ ട്രെൻഡിങ്ങും കഴിഞ്ഞ് ബഹളവും കോലാഹലം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇനി ആരെങ്കിലും ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്രത്തോളം ടേസ്റ്റ് ഇതിന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നാമത് ഞാൻ മധുരം അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളും കൂടിയല്ല. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഓറഞ്ച് പസ്റ്റഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഞാനിവിടെ 6 ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മധുരം ചേർക്കണം. ഞാനിവിടെ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ഞാൻ പിന്നെ കുറച്ചും കൂടി നല്ലൊരു ടെക്സ്ചർ കിട്ടിക്കോട്ടെ, നല്ലൊരു മധുരം കിട്ടിക്കോട്ടെ എന്നിട്ട് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 250 ml ഫ്രഷ് ക്രീമാണ്. അത് മൊത്തം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. എല്ലാം ഒന്ന് നന്നായി തിളച്ച് ഒന്നൊരു തിക്കായിട്ട് വരും. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. ആ സമയമാവുന്ന വരെ നമ്മൾ എന്ത് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓറഞ്ച് തൊലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുപ്പിക്കാൻ വെക്കണം. ഞാൻ ഓറഞ്ച് പൊളിച്ചപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഓറഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് അലങ്കാരപ്പണിയായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് സ്ലൈസ് ചെയ്ത് നടുവിൽ വെച്ചു. പിന്നെ നടുക്കൊരു പുട്ട് പോലെ നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയും ഇങ്ങനെ ചെറുതായിട്ടൊരു പുട്ട് പോലെ മുറിച്ചിട്ട് അങ്ങനെ വെച്ചു. ഒരു അലങ്കാരത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചൊന്ന് സെറ്റ് ആവണം കേട്ടോ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഞാൻ കാണിക്കാം. 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് നല്ല തണുത്ത് നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് കേട്ടോ കിട്ടിയത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്രീമി ആയിട്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു. ഇത് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ വഴി എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. കാരണം അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിൽ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത്. നമുക്കൊരു വിഷു സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ചെയ്യണം എന്ന പ്ലാനിലൊക്കെയാണ് ഞാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി, വിഷു സ്പെഷ്യൽ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.